ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെയിറ്റ് ലോസ് റിലേറ്റഡ് വീഡിയോ ഒന്നും പറയാനല്ല. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഈ കാല് വിണ്ടുകീറലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോം റെമഡീസ് ഒന്നും ട്രൈ ചെയ്തിട്ട് പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്രീമിൽ എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു മിസ്റ്റേക്കും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ആ ഒരു വീഡിയോ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു കൊച്ചാറയിലിൻ്റെ ഒരു റിവ്യൂ ആണ്. കംപ്ലീറ്റ്ലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അതേ കാണുമ്പോൾ അറിയാം. ഇതിനകത്ത് വളരെ കുറച്ച് പ്രോഡക്റ്റും കൂടെ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫുൾ ഓഫ് വീഡിയോ. ഇതിന് എനിക്ക് എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനുണ്ടോ? ഓഫ് കോഴ്സ് എനിക്ക് പറയാനുണ്ട്. സോ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ കൊടുത്തേക്കാം. സോ ഇന്ന് ഇത് എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചാറയിലാണ് ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ കാല് വിണ്ട് കീറലുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളൊരു ക്രീമാണ് ഈ കൊച്ചാറയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈ ആൻഡ് ഹൈപ്പർ കെരാട്ടോട്ടിക് സ്കിൻ ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് ഇത്തിയോസിസ് എന്ന് പറയുന്നുണ്ട്. ഈ ഹൈപ്പർ കെരാട്ടോട്ടിക് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹാർഡായിട്ട് വരുന്ന ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ നമ്മുടെ പുറംപാളിയിലെ സ്കിന്നിന്റെ പുറംപാളി നല്ല ഹാർഡായിട്ട് വരുന്ന ഒരു അവസ്ഥ. പിന്നെ ഇത്തിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിന്റെ സ്കിന്ന് പോലെയില്ലേ, ആ ചതമ്പല് പോലെയില്ലേ, ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തേക്കാം. ആ ഒരു അവസ്ഥ വരുന്ന സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്ലൈ ടു അഫക്റ്റഡ് സ്കിൻ 2 or 3 times ഡെയിലി ഓർ ആസ് ഡയറക്റ്റഡ് ബൈ ദ ഫിസിഷ്യൻ എന്ന് എഴുതിയിട്ടുണ്ടോ. ഒന്നെങ്കിൽ 2 or 3 തവണ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതിയിട്ട് ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ ക്രീം ഓഫ് യൂറിയ വിത്ത് നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ടും ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് എന്താണ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതുമാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരുപാട് നാൾക്ക് മുന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടതും. ഞാൻ നേരത്തെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടതും കുറേ മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് 100% നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയതാണ്. എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ കാല് മുമ്പത്തെക്കാട്ടിലും കുറച്ചും കൂടി വല്ലാണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തോളം ഞാൻ യൂസ് ചെയ്യാതായപ്പോൾ എൻ്റെ കാല് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു വിണ്ട് കീറൽ പോലെ വരുമൊക്കെ ചെയ്തിട്ട് ഞാൻ എഗെയിൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഓക്കെ ആയിട്ട് വന്നു. എനിക്ക് ഇതിലൊരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ ക്രീമിനെ പറ്റി പറയണതിന് മുന്നേ നിങ്ങളടുത്തൊരു വേറൊരു കാര്യം പറയാനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ കാലിൽ ഇതേപോലെ തന്നെ വിണ്ടുകീറൽ വരുമ്പം നമ്മൾ ഓഫ് കോഴ്സ് ഈ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കാലിനെ ഉരച്ച് കഴുകുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു നമ്മുടെ സ്കിന്ന് എന്ന് വെച്ചാൽ കാലിലുള്ള സ്കിന്ന് പോവും. ഓക്കെ, എന്നിട്ട് കുറേ നാൾ നമ്മൾ ഈ കാലിനെ സ്ക്രബ് ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കാല് പിന്നും ഹാർഡാവും, വിണ്ട് കീറൽ വരുകയും ചെയ്യും. ഇത് തന്നെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പൊടിഞ്ഞു പോകും. എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ പിന്നും ഈ സ്കിന്ന് ഹാർഡായി പോവുകയും ചെയ്യും. സോ ഇത് നമ്മുടെ നമ്മൾ എങ്ങനെ പോയാലും നമ്മുടെ സ്കിന്നിൽ എന്ന് വെച്ചാൽ കാലിൽ അങ്ങനെ ഒരു സംഭവം വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഈ ക്രീമിലോട്ട് പോകാം. ഈ ക്രീം ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം യൂസ് ചെയ്തത് 2 തവണയായിരുന്നു. രാവിലെയും യൂസ് ചെയ്യായിരുന്നു, വൈകുന്നേരം യൂസ് ചെയ്യായിരുന്നു. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്കിപ്പോൾ വൈകുന്നേരം മാത്രം യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ല കാര്യം. എനിക്കിപ്പം ഏകദേശം നന്നായിട്ട് ഹീലായി വരുന്നുണ്ട്, ഡെയിലി യൂസും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ കാലിനെ ഒന്ന് നനയ്ക്കുക. നമ്മൾ എനിക്ക് ഡ്രസ്സൊക്കെ കഴുകുന്നതിന് മുന്നേ കാലിനെ ഒന്ന് നനച്ച് വെക്കുക, കാലൊന്ന് സോഫ്റ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോണില്ലേ, കാലൊക്കെ ഉരച്ച് കഴിക്കുന്ന സ്റ്റോണില്ലേ, ആ സ്റ്റോൺ വെച്ച് കാലിനെ നന്നായിട്ട് ഉരച്ച് തേച്ച് കളയുക. എന്നിട്ട് വന്നിട്ട് ഒന്ന് തുടയ്ക്കുക. ആ ഒരു സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ക്രീം എവിടെയാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിണ്ട് കീറൽ എവിടെയാണോ ഉള്ളത് അവിടെ ജസ്റ്റ് തേച്ച് കൊടുക്കുക.
അപ്പം തന്നെ നമ്മൾ ചെരുപ്പോ അല്ലെങ്കിൽ ബെഡിൽ കയറി കാല് വെക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എന്താ രാവിലെ എപ്പോഴും കാര്യങ്ങൾ എന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. വാഷ് ചെയ്ത് കളയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. കാര്യം ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അങ്ങ് അബ്സോർബായി പൊക്കോളൂ. അതുകൊണ്ട് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോവാം. ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് എപ്പോഴും കയറി ഇങ്ങനെ കാലിൽ മരുന്നിട്ടേക്കുവാണ്. മീൻസ് നമ്മൾ കാലിലൊരു മരുന്നിട്ടിട്ട് അത് അനങ്ങാതിരിക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഇതിട്ടിട്ട് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതിട്ടിട്ട് അനങ്ങാതൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. ബട്ട് എൻ്റെ കാല് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിവിയർ ആയിട്ട് കാലിൽ വിണ്ടുകീറലുള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കാലിനെ ചൂടുവെള്ളത്തിനകത്ത് നന്നായിട്ട് ഉപ്പും ചൂടുവെള്ളവും ഒഴിച്ചിട്ട് കുറച്ച് നേരം കാലൊന്ന് മുക്കുകയോ ഒരു നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ കാലിൽ ആ സ്കിന്നിന് പോയി പോകും. എന്നിട്ട് ഈ ഡ്രൈ സ്കിന്നിൽ പോകും. എന്നിട്ട് ഈ ഒരു ക്രീം ഇടുക. ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാലിലുള്ള ആ ഒരു വിണ്ട് കീറൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം തന്നെയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കമ്പൽ ചെയ്യത്തില്ല, ബിക്കോസ് ഞാൻ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഡീമെറിറ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ഈ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിപ്പോൾ ഏത് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ എന്തായാലും ഒരു പെട്ടെന്നൊന്ന് ഹീൽ ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ കാലിലും ഇതേപോലെ തന്നെ വിണ്ടുകീറൽ വന്നിട്ട് ഒരുപാട് ഫുഡ് ക്രീംസ് യൂസ് ചെയ്തിട്ടൊന്നും വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഈ ഒരു ക്രീം യൂസ് ചെയ്തുകൊണ്ട് കൂടി എൻ്റെ കാലിൽ എന്തായാലും ഹീലായിട്ടുണ്ട്. ഞാനിത് എപ്പോഴും തീർന്നു. ഞാൻ ഇനി പുതിയത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് എൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇത് യൂസ് ചെയ്യുന്നതോട് കൂടിയാണ് എൻ്റെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് തന്നെ നന്നായിട്ട് മാറി കിട്ടിയത്. ഞാൻ ഇതെന്തായാലും യൂസ് ചെയ്യാതെ എന്തായാലും ഇരിക്കില്ല. എന്ത് ചെയ്താലും മീൻസ് നമ്മളിപ്പോൾ നമ്മുടെ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നു, നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഫുഡ് ക്രീമും കൂടിയിട്ട് നമ്മുടെ ലൈഫിലെ പാർട്ടാക്കുക എന്നാ മീൻസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ കാലിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്. നിങ്ങൾ ഇതെന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് എന്നോട് റിവ്യൂ എന്താണെന്ന് പറയുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 149 രൂപ. ഇതിനകത്ത് തന്നെ അവർ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 149 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. നിങ്ങൾക്ക് ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നിന്നല്ല ഓൺലൈനിൽ അവൈലബിൾ ആണ്. കോംബോ ആയിട്ടൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു 300 റുപ്പീസിനൊക്കെ 2 എണ്ണം കിട്ടും. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന ലിങ്ക് ഞാൻ എന്തായാലും ഒരു ഷോർട്ടായിട്ട് ഇടാം. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടാം. അപ്പോൾ അതിനകത്ത് ഞാൻ ലിങ്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് ക്രീംസ് യൂസ് ചെയ്തിട്ടും കാലിലെ വിണ്ടുകീറൽ പോകുന്നില്ല, ഒരുപാട് ഹോം റെമഡീസ് യൂസ് ചെയ്തിട്ട് പോകുന്നില്ല എന്നുള്ളവർ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സ്മെല്ലും ടെക്സ്ചറുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ സ്മെല്ല് ഒരു ആയുർവേദിക് സ്മെല്ലാണ്. നമ്മളൊരു ആയുർവേദ കടയിലൊക്കെ കയറുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരു വൈറ്റ് കളറാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് ഒന്ന് കളയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. അതുകൊണ്ട് വൈറ്റ് ആയിട്ട് കിടക്കത്തോ ഒരു ക്രീം നിങ്ങൾ കാലിലിട്ടിട്ടോ അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ക്രീം യൂസ് കുറച്ച് മാത്രമേ നിങ്ങളിൽ വിണ്ടുകീറലുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ക്രീം ഇന്ന് യൂസ് ചെയ്യുന്നു, നാളെ എല്ലാ ഡേയിലും യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ സ്റ്റോൺ വെച്ചിട്ട് കാലിനെ ഉരച്ച് കഴുകുന്നത് ഡെയിലി ചെയ്യരുത്. ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ നിങ്ങളുടെ കാലിൽ വിണ്ടുകീറലുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്ഥലം വലുതായിട്ട് ഹാർഡായിട്ടില്ല എന്നാണ്. സോ നിങ്ങൾ പിന്നും ചെയ്യുമ്പോഴത്തേക്കും അത് ആ സ്കിന്ന് പിന്നെ സോഫ്റ്റായി വരും. അപ്പോൾ അത് കാലിന് തന്നെ അത് ശരിയായി മീൻസ് ഒരു ഡിസഡ്വാൻറ്റേജ് ആവും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വിണ്ടുകീറലുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു 3 ദിവസം മാത്രമേ സ്റ്റോൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയാവൂ. അല്ലാത്തവരാണെങ്കിൽ ഈ ഡെയിലി സ്റ്റോൺ വെച്ച് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ഡെയിലി സ്റ്റോൺ വെച്ച് സ്ക്രബ് ചെയ്യത്തില്ല. സ്ക്രബ് ചെയ്യുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഒന്ന് സ്ക്രബ് ചെയ്തും കളയും. അതിനെ ഭയങ്കര ഹാർഡായിട്ടും സിവിയർ ആയിട്ടും ഒന്നും ചെയ്യൂല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുള്ള സമയത്ത് സ്കിൻ ഒരു റെഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു റെഡ് കളർ വരില്ല, അങ്ങനെ ഒരു സംഭവം വന്നു. സോ അതോടുകൂടി അന്നത്തോടു കൂടി ഞാൻ നിർത്തി. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ്
കാലിൽ രണ്ട് പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് കളയും. എന്നിട്ട് വന്നിട്ട് ഒന്ന് കാലൊക്കെ തുടച്ചിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ ഞാൻ ഇതിടത്തൊന്നുമില്ല, പോവും. ഇതേപോലെ തന്നെയാണ് വൈകുന്നേരം. ഇതിനിപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇതിനെ കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് എൻ്റെ കാല് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഈ വിൻഡ് ഗിയറിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരുപ്പിടാതെ നടന്നാൽ തന്നെ ഈ വിൻഡ് ഗിയറിനകത്ത് ചെറിയ ചെറിയ പൊടിയും കയറിയിട്ട് ഒരു നമ്മളെ കാലം നമ്മൾ സൂക്ഷിക്കാത്ത ഒരു അവസ്ഥയിൽ വരും. നമ്മളിനി എത്രയൊക്കെ സൂക്ഷിച്ച് എന്ന് പറഞ്ഞാലും ഈ വിൻഡ് ഗിയറിലുള്ള ആൾക്കാരുടെ കാല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കില്ല എന്നുള്ള രീതി വരും. എനിക്കത് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ കയറുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ വീട്ടിനകത്ത് ചെരുപ്പിടുക. വീട്ടിനകത്ത് മാത്രം യൂസ് ചെയ്യാൻ ഒരു ചെരുപ്പ്, പുറത്ത് യൂസ് ചെയ്യാൻ ഒരു ചെരുപ്പിടുക. അങ്ങനെയാണെങ്കിൽ ഈ വിൻഡ് ഗിയറിനകത്ത് പൊടിയൊന്നും കയറത്തില്ല. നമ്മൾ തറയിൽ ഡയറക്റ്റായിട്ട് ചവിട്ടുമ്പോഴാണ് ഈ വിൻഡ് ഗിയറിനകത്തേക്ക് ഇങ്ങനെ പൊടിയൊക്കെ കയറിയിട്ട് അത് പോകാത്ത രീതിയിൽ അവിടെ തന്നെ അങ്ങനെ നമ്മൾ സ്റ്റോൺ വെച്ച് ഉരച്ചാലൊന്നും പോകത്തില്ല. പിന്നെ അത് ചൂടുവെള്ളത്തിലിട്ട് കാലൊക്കെ നല്ല രീതിയിൽ മുക്കി വെച്ചിട്ട് കുറേ നേരം കുതിർത്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഈ പൊടി പോകത്തുള്ളൂ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെരുപ്പ് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക വീട്ടിനകത്ത്. അപ്പോൾ കാലിനെ സംരക്ഷിച്ച് പോകുന്നവർ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ ഈ ക്രീം വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ വരണമെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.